ആൾ വിട്ടൊഴിഞ്ഞപ്പോ ഒരാളിലേക്ക് ആള് അടുത്തടുത്ത് വരുമ്പോ അകന്നകന്ന് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ ഞാൻ പറഞ്ഞത്. അങ്ങനെ കൂടെ പറഞ്ഞ ഉണ്ണി എന്ന് അറിഞ്ഞിട്ട് തന്നെ ആ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണി ഇങ്ങനെയാണെന്നുള്ളത് അതല്ലല്ലോ. ഞാനെന്താ ചോദ്യം? ആളെടുത്തേക്ക് അടുത്തടുത്ത് വരുമ്പോ ഉണ്ണി അകന്നകന്ന് പോവാണ്. ദേവി അടുത്ത് വരുമ്പോഴേ നാണക്കാരന്മാര് ദേവി അടുത്ത് വരുമ്പോ ആളോ അന്ന് പോകണമെന്ന് ഇഷ്ടപ്പെട്ടു വന്നതല്ലേ. അപ്പൊ ആളോടൊന്നും പറഞ്ഞു എന്താ മനസ്സിലായ? ആൾക്ക് ഇനിയുള്ള കാലം ഇത് ഇങ്ങനെ ആടിക്കൂടി നടക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. ആ ചിന്ത കളയാൻ പറയും. അത് പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ മുമ്പുണ്ടായ കോമരക്കാരെ ഇപ്പോഴുണ്ടല്ലോ അല്ലേ? ആ ഉണ്ണി ഒഴിഞ്ഞു വെച്ചിട്ട് പോയത് ഒഴിഞ്ഞു വെച്ച് പോയി. അതായത് എനിക്കിനി പറ്റില്ല ശരീരം കൊണ്ട്. അപ്പോ ഇനി ആരെ വേണമെങ്കിലും തെരഞ്ഞെടുത്തോളാൻ. മനസ്സിലായ? അപ്പൊ ആളിഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തപ്പോ ഉണ്ണി പിന്നാക്കം പോയി ശരിയാവും. കഴിഞ്ഞ ആണ്ടക്കോൾക്ക് അത്രയ്ക്ക് പൂർണ്ണമായിട്ട് ഈ പ്രാവശ്യം വന്നില്ല. കഴിഞ്ഞ ആണ്ടക്കോൾക്ക് പിന്നെയും ഭംഗിയായിട്ട് വന്നു. ആട്ടം മോശം എന്നല്ല പറഞ്ഞ ഉണ്ണി വരുമ്പോ പിന്നിലേക്ക് ഉൾവലിയ. അത് പറ്റില്ല. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. അതിന് ദോഷം എന്നല്ല പറഞ്ഞ ഇഷ്ടപ്പെട്ട് വന്നതാ. അപ്പൊ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേക്കണം. നീ എന്റെ പണിക്കരയിലല്ല കണ്ടിട്ടുള്ളൂ, അതിന്റെ അപ്പുറത്തൊരില്ലുണ്ട്. അറിയോ? അവിടെ വല്ല വചനുണ്ടാ? ഞാൻ എഴുന്നള്ളി വരുന്നുണ്ട? അതുമില്ല. അതായത് മറ്റുള്ള ആലയത്തിലെ വചനം പോലെയല്ല എന്റെ ഇല്ലത്തെ വചനം എന്നാ ഞാൻ പറഞ്ഞു. മനസ്സിലായി?